ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ളതാണ്. ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ദ ഡിഫൻസ് റിയാക്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ആൻ ഓർഗാനിസം ടു എ പത്തോജൻ ഓർ എ ഫോറിൻ സബ്സ്റ്റൻസ് ഇസ് കാൾഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഒരു ജീവിയുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന രോഗാണുക്കൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിഷം പോലെയുള്ള അല്ലെങ്കിൽ പോയിസൺ പോലെയുള്ള മറ്റ് പദാർത്ഥങ്ങൾക്കെതിരെയോ ശരീരം നടത്തുന്ന പ്രതിരോധ സംവിധാനത്തെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് രോഗപ്രതിരോധ സംവിധാനമായിരിക്കും എപ്പോഴും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ഇമ്മ്യൂൺ റെസ്പോൺസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം എന്നും രണ്ടാമത്തത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തെ ഏതൊക്കെ തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഒന്ന് ഹ്യൂമറൽ, രണ്ടാമത്തത് സെൽ മീഡിയേറ്റഡ്. ഒന്നാമത് നമുക്ക് നോക്കാം ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതായത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആൻറ്റിജൻസ് ബൈ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ് കാൾഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജനെ ആൻറ്റിബോഡി ഉപയോഗിച്ചാണ് പ്രതിരോധിക്കുന്നതെങ്കിൽ ആ റെസ്പോൺസ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നു. ആൻറ്റിബോഡികൾ കാണപ്പെടുന്നത് ശരീര സ്രവങ്ങളിലാണ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിലാണ്. അല്ലെങ്കിൽ ഈ ബോഡി ഫ്ലൂയിഡിനെ നമ്മൾ ഹ്യൂമർ എന്നാണ് പറയുക. അപ്പോൾ ഹ്യൂമേഴ്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകൾ ഉപയോഗിച്ച് രോഗപ്രതിരോധ സംവിധാനം നടത്തുകയാണെങ്കിൽ ആ പ്രതിരോധ സംവിധാനത്തെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ സിസ്റ്റം നടത്തുന്നത് ആൻറ്റിബോഡികൾ ഉപയോഗിച്ചിട്ടാണ്. ആൻറ്റിബോഡികൾ എപ്പോഴും ആൻറ്റിജൻ്റെ പുറത്ത് അല്ലെങ്കിൽ സെല്ലിന് പുറത്താണ് ആൻറ്റിബോഡികൾ റിയാക്ട് ചെയ്യുന്നത്. ആൻറ്റിബോഡി വിൽ റിയാക്ട് ആൻറ്റിജൻ അഗൈൻസ്റ്റ് ആൻറ്റിജൻസ് പ്രസന്റ് ഔട്ട്സൈഡ് ദ സെൽസ്. കോശത്തിൻ്റെ പുറത്ത്, അതായത് ഒരു ആൻറ്റിജൻ്റെ സർഫസിലാണ് എപ്പോഴും ആൻറ്റിജൻ എന്ത് ചെയ്യുന്നത്, ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്നത്. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന രോഗാണു അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസ്. അപ്പോൾ ആൻറ്റിജൻ്റെ സർഫസിലായിരിക്കും എപ്പോഴും ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്നത്. ദേ കനോട്ട് കിൽ ദ പത്തോജൻ പ്രസന്റ് ഇൻസൈഡ് ദ സെൽസ്. അതവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ കോശങ്ങൾക്ക് അകത്ത് കടന്നുകൂടിയിരിക്കുന്ന രോഗാണുക്കളെ ഒരിക്കലും ആൻറ്റിബോഡി നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, കില്ല് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല. അതായത് ശരീര കോശങ്ങൾക്ക് പുറത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന ആൻറ്റിജൻസിനെ മാത്രമേ ആൻറ്റിബോഡികൾ നേരിട്ട് കില്ല് ചെയ്യുന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പ്രോസസ്സിൽ പങ്കെടുക്കുന്നുള്ളൂ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കിൽസ് ആൻഡ് ന്യൂട്രലൈസ് ദ ബാക്ടീരിയൽ ആൻറ്റിജൻസ് ആൻഡ് ദെയർ ടോക്സിൻസ്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പ്രധാനമായിട്ട് നശിപ്പിക്കുന്നത് ബാക്ടീരിയയും ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷത്തെയുമാണ് ആൻറ്റിബോഡികൾ നശിപ്പിക്കുക. അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പ്രതിരോധിക്കുന്നത് ബാക്ടീരിയയും ബാക്ടീരിയയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷാംശത്തെയുമാണ് ആൻറ്റിബോഡികൾ പ്രതിരോധിക്കുന്നത്. ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ബ്രോട്ട് എബൌട്ട് ബൈ ബി സെൽസ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ബി സെൽസ് ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതായത് ബി സെല്ലിൽ നിന്നാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബി സെല്ലിൻ്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ബി സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും പറയുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ബോൺമാരിൽ നിന്നുള്ള ബി സെൽസ് ആണ്. അപ്പം ബി സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിനെ ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും പറയുന്നു. ബി സെൽസ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്, സോ ദേ ആർ കാൾഡ് ഇഫക്റ്റർ സെൽസ്. ബി സെല്ലാണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് അതിനെ ഇഫക്റ്റർ സെൽ, എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗാണുവിനെതിരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന കോശങ്ങൾ എന്ന അർത്ഥത്തിൽ ബി സെല്ലിനെ ഇഫക്റ്റർ കോശങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ ബി സെല്ലുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാം. ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ശരിക്കും നടപ്പിൽ വരുത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ബി സെൽ ആയതുകൊണ്ട് അതിനെ ബി സെൽ മീഡിയേറ്റഡ്, ബി സെല്ലിൻ്റെ
മീഡിയേറ്റ് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നടക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നും. ഇനി എഫക്ടർ സെൽ എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി സെൽ ആയതുകൊണ്ട് രോഗാണുവിനെ പ്രതിരോധിക്കുന്ന എന്ന അർത്ഥത്തിൽ എഫക്ടർ സെൽ എന്നു പേരും ബി കോശങ്ങൾക്കുണ്ട്. ദ ബി സെൽ ഡു നോട്ട് ഡു ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ദേ നീഡ് ദ കോഓപ്പറേഷൻ ഓഫ് മാക്രോഫേജസ്, ടി ഹെൽപ്പർ സെൽസ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. ഇനി ആൻറ്റിബോഡി നേരത്തെ പറഞ്ഞു, ആൻറ്റിബോഡി നേരിട്ട് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ കോശത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ഒപ്സോണൈസേഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഒപ്സോണിൻ എന്ന പ്രോട്ടീനുമായിട്ടൊക്കെ ചേർന്നിട്ട് അതിൻ്റെ രോഗാണുവിൻ്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവിനെ പകുതി ഹാഫ് അതിൻ്റെ പത്തോജനിസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് ലൈൻ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് ആൻറ്റിബോഡിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കൊണ്ട് ഈ ആൻറ്റിബോഡി പൂർണ്ണമായിട്ടും ആൻറ്റിജൻസിനെ നശിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ആൻറ്റിജനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പിന്നീട് മാക്രോഫേജസിൻ്റെയും ടി ഹെൽപ്പർ സെൽസിൻ്റെയും ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെയും സഹായം തേടാറുണ്ട്. അല്ലെങ്കിൽ അത്തരം കോശങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കോശങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനം പൂർണ്ണമാക്കാൻ ഈ കോശങ്ങൾ കൂടി വേണ്ടി വരും. Then the immune response produced by the entry of antigen for the first time is called primary immune response. ഇത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യമായിട്ട് ഒരു രോഗാണു അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ കടന്നു വരികയാണെങ്കിൽ അതിനെതിരെ ആദ്യമായിട്ട് ശരീരം സ്വീകരിക്കുന്ന റെസ്പോൺസിനെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുക. അപ്പം പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പുതുതായിട്ടൊരു രോഗാണു ആദ്യമായിട്ട് കടന്നു വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്ന അതിഥിയെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം എടുക്കുന്ന പ്രതിരോധ സംവിധാനത്തിനെയാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഈ രോഗാണു തന്നെ പിന്നീട് വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഈ രോഗാണു തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടത്തുന്ന റെസ്പോൺസിനെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് രോഗാണു കടന്നു വരുമ്പോൾ ശരീരം അതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്ന പ്രതിരോധ സംവിധാനത്തിനെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നും, അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ സെയിം ഓർഗാനിസത്തിൽ സെയിം പത്തോജൻ തന്നെ അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നടത്തുന്ന പ്രതിരോധ സംവിധാനത്തിനെയാണ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഇഫ് ദ സെയിം ആനിമൽ ഈസ് ഇൻഫെക്റ്റഡ് ബൈ ദ സെയിം ആൻറ്റിജൻ ഫോർ ദ സെക്കൻഡ് ടൈം, ദ ആനിമൽ പ്രൊഡ്യൂസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഫോർ ദ സെക്കൻഡ് ടൈം ഈസ് കാൾഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒരു കർവിൽ പ്ലോട്ട് ചെയ്താൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. 2 മാർക്കിനും 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. കാരണം 4 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ കർവ് വരച്ച് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം ഈ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതാൻ. ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ് എന്താണെന്ന് നോക്കാം. The humoral immune response result in the production of antibodies in the blood plasma. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിൽ സംഭവിക്കുന്നത് ആൻറ്റിജനുകൾക്കെതിരെ രക്തത്തിൽ എന്തുൽപ്പാദിപ്പിക്കപ്പെടുന്നു? ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. Then the amount of antibodies produced by the immune response is called antibody titer. അത് പ്രധാനപ്പെട്ടതാണ്. The amount of antibodies produced by the immune response is called antibody titer. രോഗാണുവിനെതിരെ പ്രതിരോധം എന്ന നിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എത്രയാണോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡിയുടെ അളവിനെയാണ് ആൻറ്റിബോഡി ടയർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു രോഗാണുവിനെ അത് ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗാണുക്കൾ ശരീരത്തിൽ കടന്നു വരുമ്പോൾ അതിനെതിരെ
എത്രയാണോ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത്, ദ എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ എമൗണ്ടിനെയാണ് ആൻറ്റിബോഡി ടയർ എന്ന് പറയുന്നത്. ദെൻ ദ ആൻറ്റിബോഡി ടയർ പ്ലോട്ടഡ് എഗൈൻസ്റ്റ് ടൈം ഗിവൺ എ സിഗ്മോയിഡ് കർവ് കാൾഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ്. നമ്മൾ ആൻറ്റിബോഡി ടയറിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ, അതായത് സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സിഗ്മോയിഡ് കർവ് കിട്ടും, ഒരു എസ് ഷേപ്പിലുള്ള കർവ് കിട്ടും. ഈ സിഗ്മോയിഡ് കർവിനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് ഓർത്തിരിക്കുക, ദ ആൻറ്റിബോഡി ടയർ പ്ലോട്ടഡ് എഗൈൻസ്റ്റ് ടൈം ഗിവൺ എ സിഗ്മോയിഡ് കർവ് കാൾഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ്. ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ് പ്രധാനമായിട്ടും 2 മാർക്ക് ചോദ്യം അല്ലെങ്കിൽ 1 മാർക്ക് ചോദ്യം ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ഇമ്മ്യൂൺ റെസ്പോൺസ് കർവ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ദ കർവ് ഹാസ് 4 phases: ലാഗ് ഫേസ്, ലോഗ് ഫേസ്, പ്ലേറ്റീവ് ഫേസ് ആൻഡ് ഡിക്ലൈൻ ഫേസ്. ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് കർവിന് പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തത് ലാഗ് ഫേസ്, രണ്ടാമത്തത് ലോഗ് ഫേസ്, മൂന്നാമത്തത് പ്ലേറ്റീവ് ഫേസ്, നാലാമത്തത് ഡിക്ലൈൻ ഫേസ്. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് സിഗ്മോയിഡ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ദ ഇൻഫെക്ഷൻ ഓഫ് ആൻറ്റിജൻ. ശരീരത്തിനകത്തേക്ക് ആൻറ്റിജൻ കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ കടന്ന് കൂടുമ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ കടന്നു കൂടുമ്പോഴുള്ള ഫേസാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ശരീരത്തിനകത്തേക്ക് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാം, നമുക്ക് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഈ ലാഗ് ഫേസിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. ഇങ്ങനെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടാതെ രോഗാണു ശരീരത്തിനകത്തേക്ക് കടന്നുകൂടി അവിടെ നമ്മുടെ എവിടെയാണോ, അതായത് ലങ്സിലാകാം, നമ്മുടെ മൂക്കിലാകാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാകാം, അവിടേക്ക് കടന്നു വന്നതിന് ശേഷം അവിടെ തങ്ങി നിൽക്കുന്ന ആ സമയത്തിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലാഗ് അതായത് ഇങ്ങനെ പതുക്കെ നിൽക്കുക. ഈ സമയത്ത് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പീരീഡിനെ ലേറ്റൻറ്റ് പീരീഡ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ പീരീഡ് എന്ന് പറയും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഡ്യൂറിങ് ദിസ് ഫേസ് നോ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ്. ദിസ് പീരീഡ് ഈസ് സോ കാൾഡ് ലേറ്റൻറ്റ് ഫേസ് ഓർ ഇൻഡക്ഷൻ പീരീഡ്. ലേറ്റ് ആകുകയാണ്, ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ ലേറ്റ് ആകുക എന്ന് ധരിച്ചാലും കുഴപ്പമില്ല. ഈ പീരീഡ് ചിലപ്പോൾ വേരിഡ് ഫ്രം സെവറൽ അവേഴ്സ് ടു ഡേയ്സ്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് രോഗാണു കടന്നതിന് ശേഷം ആ രോഗാണു അങ്ങനെ തന്നെ പെരുകുന്ന ഒരവസ്ഥയിലേക്ക് കുറേ ദിവസങ്ങളോളോ അല്ലെങ്കിൽ കുറേ മണിക്കൂറുകളോളോ അങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും പിന്നീട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പം ഈ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ലേറ്റൻറ്റ് പീരീഡ് ഓർ ഇൻഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ലാഗ് ഫേസിലെ ഒരു പീരീഡാണ് ലേറ്റൻറ്റ് പീരീഡ്. ഇനി രണ്ടാമത്തത് ലോഗ് ഫേസ്. ലോഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ആൻറ്റിജൻ ടയർ റൈസസ് സ്റ്റഡിലി. ലാഗ് ഫേസ് കഴിഞ്ഞാൽ അടുത്തത് ലോഗ് ഫേസ് ആണ്. ആൻറ്റിബോഡി ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങും. ആൻഡ് ദ ടയർ, അതായത് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് കോൾഡ് ടയർ. ദ ടയർ ഈസ് റൈസസ് സ്റ്റഡിലി. സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യപ്പെടും? ആൻറ്റിബോഡി ടയർ, അതായത് ആൻറ്റിജൻസിൻ്റെ എമൗണ്ടിനനുസരിച്ച് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ആൻറ്റിബോഡിയുടെ ഉൽപ്പാദനം ഈ സമയത്ത് കൂടുതലായിട്ട് നടക്കും. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് പ്ലേറ്റീവ് ഫേസ് ആണ്. അതായത് ഈ ഫേസ് ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഫേസ് ആണ്. ദ എമൗണ്ട് ഓഫ് ദ ആൻറ്റിബോഡി ടയർ ഈസ് സ്റ്റേബിൾ വിത്തൗട്ട് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇവിടെ ലോഗ് ഫേസിൽ കൂടുതലായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ടെങ്കിൽ പ്ലേറ്റീവ് ഫേസിൽ ആൻറ്റിബോഡിയുടെ ഉൽപ്പാദനം കൂടുതലോ കുറവോ ആയിരിക്കത്തില്ല. ഒരു സ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനിൽ ആൻറ്റിബോഡിയുടെ ഉൽപ്പാദനം അങ്ങനെ തന്നെ നിൽക്കും. ഇതിനെയാണ് പ്ലേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുറയുക എന്നുള്ളതാണ്. ഡിക്ലൈൻ ഫേസ്, അതായത് ഇവിടെ
നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടന്ന ആൻറ്റിജനുകൾക്ക് ആനുപാതികമായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ ആൻറ്റിജനെ എല്ലാം ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തു. ഇനി ആൻറ്റിജൻസ് ഒന്നുമില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റിബോഡി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻറ്റിബോഡിയുടെ ഉൽപ്പാദനം കുറയുന്ന ഈ ഫേസിനെയാണ് നമ്മൾ ഡിക്ലൈൻ ഫേസ് എന്ന് പറയുന്നത്. fall in antibody titer, the reduction in number of antibodies. ആൻറ്റിബോഡി ടയർ കുറഞ്ഞു വരും. റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ആൻറ്റിബോഡീസ്, ആൻറ്റിബോഡിയുടെ അളവും കുറവായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. വളരെ ചെറിയ ക്ലാസ്സാണ്. അപ്പം ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിലെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു കർവിൻ്റെ അടിസ്ഥാനത്തിൽ സിഗ്മോയിഡ് കർവ് ഉപയോഗിച്ചിട്ട് ആൻറ്റിബോഡി ടയർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് 2 മാർക്ക് അല്ലെങ്കിൽ പലപ്പോഴും 4 മാർക്ക്. 4 മാർക്ക് ചോദ്യമാണെന്നുണ്ടെങ്കിൽ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, പ്ലേറ്റീവ് ഫേസ് എന്നിങ്ങനെ ഓരോ ഫേസിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഈ ഒരു എസ് ഷേപ്പിലുള്ള കർവ് വരച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം 4 മാർക്കിന് നമുക്ക് വളരെ എളുപ്പം 4 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇതിന് പടം നമുക്ക് വരയ്ക്കാൻ നിർബന്ധമായിട്ടും പടം വരച്ചിരിക്കണം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും.